ഹാത്തിയ ലൊദാത്തോ ജെസു ക്രിസ്തു. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനിപ്പോൾ നിൽക്കുന്നത് വത്തിക്കാൻ നഗരത്തിൻ്റെ വത്തിക്കാൻ സിറ്റിയുടെ ചുറ്റുമുള്ള ഒരു മതിലിനരികിലായിട്ടാണ്. വത്തിക്കാനിലെ വത്തിക്കാൻ മ്യൂസിയം എന്നറിയപ്പെടുന്ന കെട്ടിടമാണ് അത് അവിടെയായി കാണുന്നത്. ഈ മതിലിൻ്റെ പൊക്കം നോക്കി ഏകദേശം ഒരു 10 മീറ്ററിൽ കൂടുതൽ, കറക്റ്റ് എനിക്കറിയില്ല എത്ര മീറ്ററാണെന്നുള്ളത്, 10 മീറ്ററിൽ കൂടുതൽ പൊക്കമുള്ള മതിലുകളാണ്. മതിലുകളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, പല ഘട്ടത്തിലായിട്ട് മതിലിൻ്റെ ഉയരം കൂട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 മീറ്ററെങ്കിലും പൊക്കമുള്ള മതിലാണ്. ഇത്തരം മതിലുകളാൽ ചുറ്റപ്പെട്ട നഗരങ്ങളെ അറിയപ്പെടുന്നത് ഫോർട്ടിഫൈഡ് സിറ്റീസ് എന്നാണ് അറിയപ്പെടുക. സാധാരണഗതിയിൽ ബൈബിളിൽ കാണുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ജെറൂസലേം വാസ് എ ഫോർട്ടിഫൈഡ് സിറ്റി. ജെറൂസലേം നഗരത്തിന് ചുറ്റുമുള്ള മതിലുകളും അതിലെ കല്ലുകളെക്കുറിച്ചൊക്കെ ബൈബിളിൽ പരാമർശിച്ചിരിക്കുന്ന പലയിടത്തും നമുക്ക് കാണുവാനായിട്ട്. ഈ മതിലിൻ്റെ അരികിലൂടെ ചുറ്റി നടന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ഈ നഗരത്തെ, വത്തിക്കാൻ സിറ്റിയെ ചുറ്റി സഞ്ചരിക്കുവാനായിട്ട് സാധിക്കും. പലപ്പോഴും പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എൻ്റെ അടുത്ത്. നാട്ടിൽ നിന്നാണ് പലപ്പോഴും ചോദിച്ചിട്ടുള്ള, നാട്ടിലായിരിക്കുമ്പോൾ റോമാണോ വത്തിക്കാൻ സിറ്റിയാണോ വലുത്, ഇറ്റലിയുടെ എവിടെയാണ് വത്തിക്കാൻ സിറ്റി സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യം. ഇറ്റലിയുടെ തലസ്ഥാനമാണ് റോമാ നഗരം എന്ന് നമുക്കറിയാമല്ലോ. റോമാ നഗരം താരതമ്യേന ഒരു വലിയ നഗരമാണ്. റോമാ നഗരത്തിനകത്തുള്ള ഒരു ചെറിയ സ്ഥലമെന്ന് വേണമെങ്കിൽ പറയാം ഈ വത്തിക്കാൻ സിറ്റി. റോമാ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തുള്ള വത്തിക്കാൻ സിറ്റി. വത്തിക്കാൻ സിറ്റിയുടെ എൻട്രൻസായിട്ട് അറിയപ്പെടുന്ന സ്ഥലമാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഒരരികിലൂടെ നമ്മൾ മുന്നോട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ വത്തിക്കാൻ സിറ്റിയെ ചുറ്റിയുള്ള ഈ മതിലിനടുത്തെത്താൻ സാധിക്കും. ഈ മതിൽ നമ്മൾ ചുറ്റി നടക്കുക ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 6-7 കിലോമീറ്ററെങ്കിലും ദൂരം കാണാം. ഈ മതിൽ ചുറ്റി നടന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുമ്പിൽ തന്നെ എത്തും. വത്തിക്കാൻ സിറ്റിക്കകത്ത് സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയും മനോഹരമായ മാർപ്പാപ്പായുടെ പാലസുമൊക്കെ കൂടാതെ മനോഹരമായൊരു ഗാർഡനുണ്ട്. അതിനറിയപ്പെടുന്നത് ജർദീനി വത്തിക്കാനി എന്നാണ്. ഏകദേശം വത്തിക്കാൻ ഗാർഡൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ 2 രാജ്യങ്ങളുടെ ഇടയിലുള്ള ഒരു പാതയിലൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പണ്ടത്തെ കാലത്ത് വത്തിക്കാൻ സിറ്റി മനോഹരമായി ഇതുപോലെ ഫോർട്ടിഫൈഡ് ആക്കിയത് ഒരു സുരക്ഷയ്ക്കോ മറ്റോ വേണ്ടിയൊക്കെ ആയിരിക്കാം. മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു നഗരമായിട്ടാണ് ഇതിനെ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഈ വീഡിയോ എടുക്കുന്നതിനായി ഞാൻ റോഡിലൂടെ നടക്കുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം, നമ്മുടെ നാട്ടിലെ കൂട്ട് ഇവിടെ മിക്ക വീടുകൾക്കും കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊന്നുമില്ല. മിക്കവരും ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. നമുക്ക് വളരെ വില കൂടിയ അത്യാധുനിക ടെസ്ല കാറുകൾ പോലും റോഡിൽ അവർ പാർക്ക് ചെയ്തിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. ടെസ്ല കാറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നോക്കിക്കേ, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് നമ്മുടെ ഒരു ബജാജിൻ്റെ ഓട്ടോറിക്ഷയാണ്. ഇന്ത്യക്കാരെ എവിടെ പോയാലും കാണാൻ സാധിക്കുമെന്ന് പറയുന്ന പോലെ നമ്മുടെ കമ്പനികളും മാർക്കുകളും ഒക്കെ യൂറോപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ വത്തിക്കാൻ്റെ ഈ ചുറ്റുമതിൽ പൂർണ്ണമായും നിർമ്മിച്ചിരിക്കുന്നത് ചുടുകല്ല് കൊണ്ടാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. കോർണർ സ്റ്റോണുകൾ മാത്രമാണ് സാധാരണ ഈ പാറയോ മാർബിളോ ഉപയോഗിച്ചു. എനിക്ക് തോന്നുന്നത് മാർബിൾ കല്ലുകളാണ് കോർണറായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. വത്തിക്കാൻ സിറ്റിയുടെ ചുറ്റുമുള്ള മതിലിന് അരികിൽ കൂടെ നടക്കുകയാണ് മുന്നോട്ട്. ഈ നടത്ത മനസ്സിലാകുന്നത് വത്തിക്കാൻ സിറ്റി എന്ന് പറയുന്നത് തീരെ ചെറിയ, പറയുന്ന പോലെ കുറച്ച് ഏക്കറുകൾ മാത്രമുള്ള ഒരു സിറ്റി ആയിരിക്കാൻ സാധ്യതയില്ല എന്നുള്ളൊരു ഇമ്പ്രഷനാണ് എനിക്ക് സാവധാനം ലഭിക്കുന്നത്. മനോഹരമായ രീതിയിൽ ചെറിയ ചരിവോടുകൂടിയാണ് ഈ മതിൽ തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയും മതിൽ പൊളിഞ്ഞു പോയിട്ടുള്ളതായിട്ടോ കേടുപാട് സംഭവിച്ചിട്ടുള്ളതായിട്ടോ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം നടന്നതിന് ശേഷമാണ് വത്തിക്കാൻ സിറ്റിയുടെ നേരെ പിറകു ഭാഗത്തായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. പിറകു ഭാഗത്തായിട്ട് ഇത്തരത്തിലൊരു വാച്ച് ടവർ ഒരുക്കിയിട്ടുള്ളത് കാണാം. ധാരാളം സ്ഥലമുണ്ട് ഇവിടെയും മതിലിന് അതേ പൊക്കം തന്നെയാണുള്ളത്. ഏകദേശം 10-15 മീറ്ററെങ്കിലും പൊക്കം ഈ മതിലിന് വന്നേക്കാമെന്ന് കരുതുന്നു. വത്തിക്കാൻ സിറ്റിയുടെ പിൻഭാഗത്തായിട്ട് നോക്കുക, നേരെ പിറകിലാണെന്ന് തോന്നുന്നു ഇത്തരം ഒരു വാതിലുണ്ട്. പക്ഷേ ആ വാതിലിപ്പോൾ ഉപയോഗിക്കുന്നില്ല, അത് പൂർണ്ണമായിട്ട് സിമെൻറ്റോട് അടച്ച അവസ്ഥയിലാണുള്ളത്. സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ ഇടത് ഭാഗത്തൂടെ ഇറങ്ങി മതിൽ ചേർന്ന് നടന്ന് വത്തിക്കാൻ മ്യൂസിയത്തിൻ്റെ അടുത്തൂടെ ഏകദേശം 1 മണിക്കൂർ നടന്നപ്പോൾ വീണ്ടും നോക്കുക, സെൻറ്റ് പീറ്റേഴ്സിൻ്റെ വലതുവശത്തായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പിൻഭാഗത്തു നിന്നുള്ള കൂപ്പിള എന്ന് പറയുന്നത് ആ ബസിലിക്കയുടെ ഏറ്റവും ഉയർന്ന ഭാഗത്തിനാണ് കൂപ്പിള എന്ന് പറയുക. അതിൻ്റെ വശത്തായിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. വത്തിക്കാൻ സിറ്റിയുടെ മതിലിനോട് ചേർന്ന് നമ്മൾ നടക്കുമ്പോൾ അതിൻ്റെ പിറകുവശത്തായി സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ കൂപ്പിളയുടെ മനോഹരമായൊരു ദൃശ്യമാണ് ഇവിടെ നമുക്ക് പകർത്താൻ സാധിക്കുന്നത്. വത്തിക്കാൻ സിറ്റിയുടെ മതിലിനോട് ചേർന്ന് നടന്നു വരുമ്പോൾ ഏകദേശം ഈ ഒരു, അതായത്
വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഒരു വലതു ഭാഗത്തായിട്ട് ചേർന്ന് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്താണ് എത്തുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ മതിലാണ് പുറമേ ഉള്ളത്. അകത്ത് വലിയ സിറ്റിയുടെ മതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് സെൻറ്റ് പീറ്റേഴ്സ് വത്തിക്കാൻ സിറ്റിയിലേക്കുള്ള റെയിൽവേ പാത കിടക്കുന്നത്. പിന്നീട് നമ്മൾ ഏതാനും പടികൾ ഇറങ്ങിയാണ് വത്തിക്കാൻ സിറ്റിയുടെ ഈ ചുറ്റുമുള്ള മതിലിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടത്. വത്തിക്കാൻ എന്ന് പറയുന്ന ഈ സംസ്ഥാനം അല്ലെങ്കിൽ രാജ്യം ഈ ഒരു സ്റ്റേറ്റിലേക്ക് എന്തെങ്കിലും റെയിൽ മാർഗം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന റെയിൽ പാലമാണിത്. ഈ പാലത്തിൻ്റെ പ്രത്യേകത നമ്മൾ കണ്ടതാണ്. ഇത് സിറ്റിയിലേക്ക് പ്രവേശിക്കുന്നുവെങ്കിൽ കൂടിയിട്ട് ഇത് മുൻപോട്ട് പോകുന്നില്ല. അവിടെ ചെന്ന് അവസാനിക്കുകയും പിന്നെ ട്രെയിൻ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയാണുള്ളത്. ഈ ഒരു പാലം എത്ര നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണെന്ന് എനിക്കറിയില്ല. ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത് ചുടുകല്ലാണ്. ചുടുകല്ലും മാർബിൾ കോർണർ സ്റ്റോണുകളൊക്കെ ഉപയോഗിച്ചുള്ള ഒരു പ്രത്യേക വർക്കാണ് ഈ ഒരു പാലത്തിലും റെയിൽവേ പാലത്തിലുമുള്ളത്. പക്ഷേ ഇത് നൂറ്റാണ്ടുകളായിട്ടും ഒരു വിള്ളൽ പോലും ഇല്ലാതെ മനോഹരമായി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. വത്തിക്കാൻ സിറ്റിയുടെ പ്രധാനപ്പെട്ട മതിലോട് ചേർന്ന് നടക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് വീണ്ടും ഞാൻ മുകളിലേക്ക് കയറുകയാണ്. ഇവിടെയും കുറച്ച് പടികളാണുള്ളത്. പൊതുവെ ആൾക്കാർ അത്ര കൂടെ നടക്കാത്ത പാതയാണിത്. ഇവിടെ എഴുതിയിരിക്കുന്നത് വിയാ ദെല്ല സ്റ്റസിയോനെ വത്തിക്കാന എന്നാണ്. അതായത് വത്തിക്കാൻ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ അകത്തോട്ടുള്ള വഴി എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം. മുൻപ് കണ്ട റെയിൽവേ പാലത്തിൻ്റെ ഒരു വശത്തൂടെ മനോഹരമായൊരു നടപ്പാത ഒരുക്കിയിട്ടുണ്ട്. അതിനകത്തൂടെയാണ് റെയിൽവേ ട്രാക്ക് വത്തിക്കാൻ സിറ്റിയിലേക്ക് പ്രവേശിക്കുന്നത്. നോക്കുക, ഈ ട്രാക്ക് ചെന്ന് അവസാനിക്കുന്നത് മനോഹരമായ ഒരു ഗേറ്റിലാണ്. ഇവിടുന്ന് ഗേറ്റ് തുറന്നെങ്കിൽ മാത്രമേ ട്രെയിന് വത്തിക്കാൻ സിറ്റിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ നടപ്പാതയുടെ അരികിൽ നിന്നുകൊണ്ടും വത്തിക്കാൻ്റെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ കൂപ്പളയുടെ മനോഹരമായൊരു ദൃശ്യം നമുക്ക് കിട്ടുന്നുണ്ട്. വത്തിക്കാൻ സിറ്റിയുടെ മതിലിനോട് ചേർന്നുള്ള യാത്ര വീണ്ടും തുടരുകയാണ്. ഏകദേശം നമ്മൾ ഒരു 10 മിനിറ്റിനകത്ത് തന്നെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ തിരിച്ചെത്തുന്നതാണ്. വത്തിക്കാൻ സിറ്റിയുടെ മതിലിനോട് ചേർന്ന് നടന്നു വന്ന വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഏകദേശം വലതുഭാഗത്തുള്ളൊരു ഗേറ്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. പൊതുവെ ഗേറ്റ് എപ്പോഴും ഉപയോഗിക്കുന്നതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലാരും കിടക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. പൊതുവെ അടച്ചിട്ടേക്കെന്നാണ് കാണുന്നത്. വത്തിക്കാൻ സിറ്റിയുടെ മതിലോട് ചേർന്ന് ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതലായി ഞാൻ നടന്ന് ഇപ്പോൾ വത്തിക്കാൻ്റെ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ ഇടതുവശത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇടതുവശത്തായിട്ടുള്ള ഈ മതിൽ ഭാഗമാണ് കാണുന്നത്. ഈ ഒരു ഹാൾ, പുറയിൽ കാണുന്ന ഈ വെള്ള നിറത്തിലുള്ളൊരു ഹാള് മാർപ്പാപ്പ ഓഡിയൻസിന് ആൾക്കാരെ സ്വീകരിക്കുന്നൊരു ഹാളാണ്. പൗള സെസ്തോ എന്നാണ് അതിൻ്റെ പേരെന്നാണ് എനിക്ക് ഓർമ്മയിലുള്ളത്. നോക്കുക, ഈ മതിൽ ഏകദേശം ഇവിടെ അവസാനിക്കുകയും സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് നമ്മൾ എത്തുകയുമാണ് ചെയ്യുക. ഏതാനും മീറ്ററുകൾ കൂടി സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തിച്ചേരുന്നതാണ്. അതിന് മുൻപായിട്ട് നോക്കിക്കുക, തൊട്ട് മുകളിലായിട്ട് ഏറ്റവും മുകളിൽ നടുക്കായിട്ട് ഒരു കെട്ടിടം കാണാം. അതാണ് ഞാൻ പഠിച്ച കൊളേജോ ഉർബാനോ ദി പ്രൊപ്പഗാന്ത ഫീദയുടെ കൊളേജോ ഉർബാനോൻ്റെ കുറച്ചുകൂടെ അടുത്തുള്ളൊരു വിഷനാണ്. ഏകദേശം ആ കെട്ടിടത്തിൻ്റെ അടിക്കൂടെയാണ് ഒരു ടണൽ കടന്നു പോകുന്നത്. ഇറ്റലി ടണലുകൾക്ക് പ്രധാനപ്പെട്ട സ്ഥലമാണെന്ന് നമുക്കറിയാമല്ലോ. വത്തിക്കാൻ്റെ മതിൽ ഏകദേശം അവസാനിക്കുന്നത് അടുത്തായിട്ട് 2 ഫൗണ്ടെയിൻസ് കാണാം. ഇവിടെ നിന്ന് ധാരാളം വെള്ളം വരുന്നുണ്ട്. ഇത് ശുദ്ധജലമാണ്. റോമിൽ എവിടെയും ഇതുപോലെയുള്ള ഫൗണ്ടൻസിൽ നിന്ന് വരുന്ന വെള്ളം നമുക്ക് കുടിക്കാൻ കൊള്ളാവുന്നതാണ്. വത്തിക്കാൻ്റെ മതിൽ ഏകദേശം വന്ന് നിൽക്കുന്ന എവിടെയാണെന്ന് നോക്കിക്കേ. ഡോണോ ദി മരിയ എന്നറിയപ്പെടുന്ന ഈ ഒരു വാതിലിനടുത്താണ്. ഇവിടെ ഉള്ളത് മദർ തെരേസയുടെ സിസ്റ്റേഴ്സാണ്. ഈ ഒരു വാതിലിൽ നിന്ന് പാവപ്പെട്ട ആൾക്കാർക്ക് സ്ഥിരമായി അവർ ആഹാരം കൊടുത്തു വരുന്നു. ഡോണോ ദി മരിയയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നോക്കുക, നമുക്ക് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ കാണാം. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം കാൽനടയെ നടന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ്. ബസിലിക്കയുടെ ഇടത് ഭാഗത്തായിട്ടുള്ള ഒരു ഡോറിൽ വത്തിക്കാൻ്റെ സ്വിസ് ഗാർഡ്സ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. സ്വിസ് ഗാർഡ്സിൻ്റെ ഡ്രസ്സ് നമുക്ക് അകലെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. വത്തിക്കാൻ സിറ്റിയുടെ വലുപ്പത്തെക്കുറിച്ചൊക്കെയുള്ള സംശയം പലരും ചോദിച്ചതാണ്. എനിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു നടത്ത ചെയ്ത് വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായത്. ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഒരു ആവറേജ് സ്പീഡിൽ നടന്നാൽ കവർ ചെയ്യാവുന്ന ദൂരമാണ് വത്തിക്കാൻ സിറ്റിക്ക് ഉള്ളത്. ഇതിൻ്റെ മീറ്ററും സ്ക്വയറും ലെങ്തും ഒക്കെ നമുക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. എന്നാൽ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നത് ഒരു 1.5 മണിക്കൂർ ഒരാൾക്ക് ആവറേജ് സ്പീഡിൽ മതിലിന് ചുറ്റും നടന്നാൽ എത്തിച്ചേരാവുന്ന അല്ലെങ്കിൽ ചുറ്റി വരാവുന്ന ഒരു സ്ഥലമാണ് വത്തിക്കാൻ സിറ്റി എന്നറിയപ്പെടുന്നത്. ഇറ്റലിക്ക് പല പ്രോവിൻസുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രോവിൻസാണ് ലാറ്റ്സിയോ എന്ന് പറയുന്ന പ്രോവിൻസ്. അതിൻ്റെ ഏകദേശം മധ്യഭാഗത്തായിട്ടാണ് റോം എന്ന് പറയുന്ന ഇറ്റലിയുടെ ക്യാപിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് വളരെ വലിയ ഒരു സിറ്റിയാണ്.
ഏകദേശം ഒരു 50 കിലോമീറ്റർ സ്ക്വയറെങ്കിലും വിസ്താരമുള്ള വലിയ സിറ്റി. ആ സിറ്റിയിൽ കാണുന്ന ഏകദേശം ഒരു 10 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു ചെറിയൊരു സ്ഥലം, അതോ അതിൽ കുറച്ചോ ചുറ്റളവുള്ള ഒരു ചെറിയൊരു ഇൻഡിപെൻഡൻ്റ് രാജ്യമാണ് വത്തിക്കാൻ സിറ്റി എന്നറിയപ്പെടുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്ന സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയും സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറും. അതിൻ്റെ ഈ ഇടതുവശത്തായിട്ട് കാണുന്ന കെട്ടിടത്തിലാണ് മാർപ്പാപ്പ ജീവിക്കുന്നത്, മാർപ്പാപ്പയുള്ളത്. എന്തായാലും ഈ മിഷൻസ് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ എനിക്ക് സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഹലോ, എല്ലാവർക്കും വിശ്വസിച്ച് സ്വീകരിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വത്തിക്കാൻ എന്ന് പറയുന്ന ഫോർട്ടിഫൈഡ് സിറ്റി, അതായത് ചുറ്റുമതിലുള്ള ഒരു മനോഹരമായ ഒരു സിറ്റി, ഒരു ഇൻഡിപെൻഡൻ്റ് രാഷ്ട്രം, അവിടെ നിന്ന് ഇത്തരം കാര്യങ്ങൾ വത്തിക്കാൻ മതിലിന് ചുറ്റുമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിക്കാൻ സാധിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരെയും ഞാനിവിടെ നിന്ന് അഭിവാദ്യം ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥനാശംസകൾ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സിയ ലോദാത്തോ ജെസു ക്രിസ്തോ.